ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ ഗുണിതങ്ങളും ഘടകങ്ങളും എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ് ഭാജ്യസംഖ്യ, എന്താണ് അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതെന്താണ്? ഇതൊരു ഭാജ്യസംഖ്യയാണ്. അപ്പൊ നമുക്ക് ഒരു ഭാജ്യസംഖ്യനെ തന്നു. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? ഈ ഭാജ്യസംഖ്യനെ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ഈ 84 എന്നുള്ളത് അത് എന്ത് സംഖ്യയാണ്? അതൊരു ഭാജ്യസംഖ്യയാണ്. ഈ 2ഉം 3ഉം 7ഉം ഒക്കെ എന്ത് സംഖ്യകളാണ്? അത് അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ഒരു ഭാജ്യസംഖ്യ തന്നാല് അതിന് നമുക്ക് അഭാജ്യസംഖ്യന്റെ ഗുണനഫലമായിട്ട് എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ. അപ്പോ ഇനി നമുക്കിതാ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ 2 നമ്പർ ഉണ്ട്, 12ഉം 30ഉം. അപ്പോ 12നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഘടകങ്ങളാക്കി നമുക്ക്, അതായത് 12 എന്താണ്? 12 ഒരു ഭാജ്യസംഖ്യയാണ്. അതിനെ അഭാജ്യസംഖ്യയായിട്ട് എഴുതുകയാണെങ്കിൽ ഈ 12 നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × 6 എന്ന് എഴുതാം അല്ലെ. 2 എന്താണ്? 2 ഒരു അഭാജ്യസംഖ്യ, 2നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 നമുക്ക് എന്താക്കി എഴുതാം? 6നെ 2 × 3 എന്ന് എഴുതാം. അപ്പൊ ഈ 12 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോ എന്താണ്? എല്ലാവരും എന്തായി? ഇതും അഭാജ്യാണ്, ഇതും അഭാജ്യാണ്, ഇതും അഭാജ്യാണ്. ഇത് നമുക്ക് വീണ്ടും ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ ഈ 12നെ നമുക്ക് 2 × 2 × 3 എന്ന് കിട്ടി. ഓക്കെ. ഇനി 30 ചെയ്യാൻ എങ്ങനെ ചെയ്യാം? 30നെ നമുക്ക് ആദ്യം 2 × 15 എന്ന് എഴുതാം. ഇനി നമുക്ക് 2ന് 2 അഭാജ്യാണ്, അപ്പൊ അതുപോലെ എഴുതി. 15 നമുക്ക് എങ്ങനെയാക്കി എഴുതാം? 3 × 5 എന്ന് എഴുതാം. അപ്പൊ 30ന് നമുക്ക് 2 × 3 × 5 എന്ന് കിട്ടി. ഈ 30നെ 2 × 3 × 5 എന്ന് എഴുതി. ഇനി ഇവർ രണ്ടുപേരും കൂടി ഇൻറ്റു ചെയ്യണം. അതായത് ഈ 12നെയും 30നെയും കൂടി ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 × 30 ചെയ്യുമ്പോൾ നമുക്ക് 12ന്റെ ഘടകങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ 2 × 2 × 3 ഇവിടെ എഴുതി. 30ന്റെ ഘടകങ്ങൾ 2 × 3 × 5 എഴുതിയിട്ടുണ്ട്, അത് ഇവിടെ എഴുതി. ഓക്കെ. ഇനി എന്ത് ചെയ്യാ? ഇനി ഒന്നൊരു ഓർഡർ ആക്കി, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഒന്നും കൂടി ഒരു ഓർഡർ ആക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ 2 ആ 2 ആദ്യം എഴുതി. ഇനി ഇവിടുത്തെ 2 അതിന് ഇവിടേക്ക് എഴുതി. ഇനി ഇതാ ഈ 3നെ ഇവിടേക്ക് എഴുതി, ഈ 3 ഇവിടെ എഴുതി. ഇനി അവസാനം 5. അപ്പോൾ 2കളൊക്കെ ഒരുമിച്ച് എഴുതി, 3നെ ഒരുമിച്ച് എഴുതി, ബാക്കി 5നെ അവസാനം എഴുതി. ഒന്ന് ഓർഡർ ആക്കി എഴുതി. അപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് 2 നമ്പേഴ്സിന്റെ കൂടിയിട്ട് ഘടകങ്ങൾ കാണാന്ന്. ഇനിയിപ്പോ ഒരു എക്സാമ്പിള്, ഇനിയിപ്പോ 90 ആണ്. 90നെ നമുക്ക് കാണണമെങ്കിൽ ഇതാ 90 നമുക്ക് എങ്ങനെ ചെയ്യാം? 9 × 10 എന്ന് എഴുതി. ഇനി 9നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 3 × 3 ഒക്കെ എഴുതാം. 10നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. അപ്പോൾ ഇത് മൊത്തത്തില് 90 ആകുമ്പോൾ നമുക്ക് എങ്ങനെ 3 × 3 × 2 × 5 എന്ന് മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 90ന്റെ ഘടകങ്ങൾ കിട്ടി. അപ്പൊ അതിനെ ഓർഡർ ആക്കി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭംഗിയിൽ എഴുതാൻ ആദ്യം ചെറുത് എഴുതാം. അപ്പൊ 2ആണ് ആദ്യം ചെറുത്. ആദ്യം 2 എഴുതി, പിന്നെ അപ്പൊ ആദ്യം നമ്മളിപ്പോ ഇതിൽ 2 എഴുതി, പിന്നെ ഈ 2 3നെ എഴുതി, ബാക്കിയുള്ള ഈ 5നെ എഴുതി. അപ്പൊ ഇതെന്താണ്? ഇത് 90ന്റെ ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഇതവിടെ ചുവടെയുള്ള സംഖ്യകളെ അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് 72ആണ്. അപ്പൊ 72 നമുക്ക് പിരിച്ചെഴുതി നോക്കാം. അപ്പോ 72 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 72 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 72നെ ഹരണം 2 ചെയ്ത് നോക്കാം. അപ്പോ ഈ 3 6, 7 6 പോകുമ്പോൾ 1, ഈ 2 താഴേക്ക് വരുമ്പോൾ 12 ആയി. 12 2 6 തവണ. ഇവിടെ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് 2 × 36 ആണ് എന്ത്? നമ്മുടെ 72. ഇനി 2 നമുക്ക് ഇടയ്ക്ക് ഒരു മാറ്റം വരില്ല, കാരണം 2 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. ഇനി 36 എന്താണ്? വീണ്ടും ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഈ 36 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 2 × അതായത് ഈ 36നെ 2 കൊണ്ട് ഒന്നുകൂടി ഹരിക്കാം. അപ്പൊ 2 2, 3 2 ആകുമ്പോൾ 1, ഈ 6 താഴേക്ക് വന്നു 16, 16 2 8 തവണ, ഈ ഇരട്ട 16. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 18 കിട്ടി. അപ്പൊ 2 × 18 എന്ന് കിട്ടി. ഇനി അപ്പൊ ഈ രണ്ടും എന്താണ്? അത് രണ്ടും അഭാജ്യ സംഖ്യകളാണ്. ഇനി 18 വീണ്ടും എന്താണ്? നമുക്ക് 18 വീണ്ടും ഒരു ഇരട്ട സംഖ്യയാണ്. 2 × ഈ 9 ആണ് 18 അല്ലെ. ഇങ്ങനെ ആക്കി എഴുതാം.
അപ്പോൾ വീണ്ടും നമുക്ക് നോക്കുക ഈ 2 ഇൻറ്റു ഈ 2 ഇൻറ്റു ഈ 2 ഇത് മൂന്ന് അഭാജ്യസംഖ്യകളായി. ഇനി 9 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 9 എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സംഖ്യയാണ് അല്ലേ, 2 കൊണ്ട് അതിനെ ഹരിക്കാൻ പറ്റില്ല. നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 ഇൻറ്റു 3 ആണ് എഴുതാം. അപ്പോ ഇനി നമുക്ക് ഈ കിട്ടിയതൊക്കെ എന്താണ്? ഈ കിട്ടിയതൊക്കെ നമുക്ക് ഇതെല്ലാം എന്ത് സംഖ്യകളാണ്? അഭാജ്യ സംഖ്യകളാണ് അല്ലേ. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പൊ നമുക്ക് 72നെ എങ്ങനെ ആക്കി എഴുതാം? ഈ 72ന് പകരം നമുക്ക് 72 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഇതാണ് നമ്മൾ 72ന് എഴുതിയത്. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് 105 ആണ്. അപ്പൊ 105 നമുക്ക് ഇതുപോലെ എഴുതി വെക്കാം. ഓ 105. അപ്പൊ ആ 105 എന്ന് കാണുമ്പോഴേ നമുക്കറിയാം ഇത് എന്തിൽ പോവില്ല, ഇത് ഇരട്ട സംഖ്യ അല്ല, ഒറ്റ സംഖ്യയാണ് അല്ലേ. ഇവിടെ 5 അല്ലേ. അപ്പൊ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാല് അത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാന് നമുക്ക് തന്ന നമ്പേഴ്സ് ഇവിടെ 1, 0, 5 ഇവര് 3 പേരും കൂടെ കൂട്ടി നോക്കാം. അപ്പൊ 1, 0, 1, 1 പിന്നെ ഈ 1, 5, 6. അപ്പൊ 6 കിട്ടിയില്ലേ. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതാണ്. അപ്പൊ നമുക്ക് ഈ 105നെ 3 കൊണ്ട് ഗുണിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 105 ഈക്വൽ ടു 105 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 3 ഇൻറ്റു ഇവിടെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും മനസ്സിലായി. അപ്പോൾ 3 ഇൻറ്റു ഇനി എന്ത് ചെയ്യണം? 105നെ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പോൾ 10 ഒന്നിൽ പോവില്ല. 10 3 എത്ര തവണയാണ്? 3 9 ആണ് അല്ലേ. അപ്പോൾ 3 9 3 ഇൻറ്റു 3 9. 10 9 പോകുമ്പോൾ 1 കിട്ടി. ഈ 5 താഴേക്ക് ഇറക്കിട്ടോ. 3 15 5 തവണയല്ലേ. 3 5 15 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ 35 എന്ന് കിട്ടി. അപ്പോൾ 3 ഇൻറ്റു 35 എന്ന് കിട്ടി. ഇനി കേട്ടോ ആവശ്യമില്ലാത്തത്. ഓക്കെ. അപ്പൊ 3 ഇനി നമുക്ക് ഇവിടേക്ക് വരുമ്പോ 3 എന്താണ്? 3 ഒരു അഭാജ്യ സംഖ്യയാണ്. അതിന് അതുപോലെ എഴുതാം. 35നെ നമുക്ക് എന്താണ്? വീണ്ടും അത് ഭാജ്യസംഖ്യയാണ്, അഭാജ്യമല്ല. അപ്പൊ നമുക്ക് 35 ഇങ്ങനെ ആദ്യം നമുക്ക് 35 ഒറ്റ സംഖ്യയാണ്. അപ്പൊ 3ൽ പോവോ നോക്കണം. 3ൽ പോവോ നോക്കാൻ 3നെയും 5നെയും കൂട്ടി നോക്കാം. 3ഉം 5ഉം 8 ആണ് അല്ലെ. 8 3ന്റെ ഗുണിത പട്ടികയിലുണ്ടോ? ഇല്ല. അപ്പോ 35 3ന്റെ ഗുണിതം അല്ല മനസ്സിലായി. പിന്നെ 4ന്റെ ഗുണിതം എന്തായാലും ആവില്ല. പിന്നെ 5ന്റെ ഗുണിതം ആണോ നോക്കാം. യെസ്, 7 35 ആണ് അല്ലേ. 5 ഇൻറ്റു 7 ആണ് 35. അപ്പൊ നമുക്ക് 105നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 ഇൻറ്റു 7 എന്ന് എഴുതാം. 35നെ ഇങ്ങനെ നമുക്ക് എഴുതി. ഓക്കെ. ഇനി അടുത്തത് 144 ആണ്. അപ്പൊ 144 നമുക്ക് നോക്കാം. 144 അല്ലേ കണ്ടേ. യെസ്. അപ്പോൾ 144 നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് ഗുണിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. കാരണം ഇരട്ട സംഖ്യ ഇവിടെ 4 അല്ലേ. ലാസ്റ്റ് 0 2 4 6 8 ഇവരൊക്കെ ആണെങ്കിൽ ഇത് ഇരട്ട സംഖ്യയാണ്, അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ 144നെ നമുക്കൊന്ന് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 1ൽ പോയില്ല അല്ലേ. അപ്പോൾ 14 7 തവണയാണ്. 14 7 തവണ. 7 14. അപ്പോൾ 14 പറഞ്ഞപ്പോൾ 0 കിട്ടി. ഇനി ഈ 4 താഴേക്ക് ഇറക്കിട്ടോ. ഇവിടെ 0 ആയി. ഈ 4 2 തവണയാണ്. ഈ 2 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 72 ആണ് കിട്ടി. 2 ഇൻറ്റു 72. ഇനി 2 എന്താണ്? 2 ഒരു അഭാജ്യാണ്. 2നെ ഒന്നും ചെയ്യണ്ട. 2ന്റെ കാര്യം ഓക്കെ ആയി. അപ്പോൾ 2നെ അതുപോലെ എഴുതി. ഇനി വീണ്ടും ഇവിടെ ഒരു ഇരട്ട സംഖ്യയാണ് തന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു 72 എത്ര 2 ഉണ്ട് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വീണ്ടും ഹരിക്കാം. 72/2 ചെയ്യാം. അപ്പോൾ 3 6 7 6 പോകുമ്പോൾ 1 2 താഴേക്ക് ഇറക്കിയിട്ടു. 12 2 6 തവണ. അപ്പോൾ 6 12. അപ്പോൾ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. ഓ 2ന്റെ കാര്യം ഓക്കെ. 2 എണ്ണം എന്ത് കിട്ടി? അഭാജ്യ സംഖ്യകൾ കിട്ടി. ഇനി ആകെ 36 ഉള്ളത്. ആ 36നെ വീണ്ടും അത് ഇരട്ട സംഖ്യയാണ് അല്ലേ. അതിനെ വീണ്ടും 2 ഇൻറ്റു ഇനി 36/2 ചെയ്യണം. അപ്പോൾ
36 × 2. അപ്പോൾ 3-ൽ 2 ഒരു തവണയാണ് അല്ലേ. 2 2. ഇനി 3-ൽ 2 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. 6 താഴേക്ക് ഇറക്കിയിട്ട് 16. 16-ൽ 2 8 തവണ. 2 16 ഇട്ടാണ് കേട്ടോ, അവിടെ 10 അല്ല 8. 8 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ 18 എന്ന് കിട്ടി. അപ്പോൾ 3 2 നമുക്ക് അഭാജ്യമായിട്ട് കിട്ടി. 2-നെ സുഖമായിട്ട് എഴുതാം. ഇനി 18-നെ വീണ്ടും 18 എന്താണ്? വീണ്ടും ഇരട്ട സംഖ്യ കിട്ടി. വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 9 ആണ്. യെസ്. ഇനി അപ്പോൾ 4 2-കൾ നമുക്ക് അഭാജ്യമായിട്ട് കിട്ടി. ഇനി 9. ഈ 9-നെ നമ്മൾ എന്ത് ചെയ്യണം? അത് 9 ഒരു ഒറ്റ സംഖ്യയാണ്. അതിന് 2-ന്റെ ഗുണിതമല്ല, 3-ന്റെ ഗുണിതമാണ്. 3 × 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 144 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2 × 2 × 2 × 2 × 3 × 3 ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് 330 ആണ് അല്ലേ. അപ്പോൾ 330 നമുക്ക് ചെയ്ത് നോക്കാം. 330. അപ്പോൾ ഇവിടെ നോക്ക്, ലാസ്റ്റ് ഇവിടെ 0 ആയതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യയാണ്, നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഗുണിക്കാൻ പറ്റും. അപ്പോൾ 2 × എഴുതി. ഇരട്ട സംഖ്യയാണ് 2 കൊണ്ട് ആദ്യം നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. വലിയ നമ്പർ 5 കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ ആരാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? 2-നാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ 330 × 2 ചെയ്ത് നോക്കാം. 3-ൽ 2 ഒരു തവണ. 1 × 2 2. 3-ൽ 2 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. 3-നെ താഴേക്ക് ഇറക്കിയിട്ട് 13 ആയി. 13 2 പോവോ? ഇല്ല. പക്ഷെ തൊട്ട് താഴെയല്ല 12-ലുണ്ട്. അപ്പോൾ 6 12. 13-ൽ നിന്നും ഒരു 12 പോകുമ്പോൾ 1 കിട്ടി. ഈ 0 ഇങ്ങനെ താഴേക്ക് വന്നു. 10. 10-ൽ 2 5 തവണ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 165 എന്ന് കിട്ടി. 165. ഓക്കെ. അപ്പോൾ ഇനി ഈ 2 കാര്യം ഓക്കെ. ഇനി 165. അയ്യോ, ഒറ്റ സംഖ്യ ആയി പോയല്ലോ. ഒറ്റ സംഖ്യ നമുക്ക് 2 കൊണ്ട് പറ്റില്ല. അപ്പോൾ അടുത്തത് ആളാരാണ്? 3 ആണ്. 3 കൊണ്ട് പറ്റുമോ നോക്കണം. എങ്ങനെയാണ് ഇപ്പോൾ 165 കിട്ടിയത്? അപ്പോൾ 1 + 6 + 5 ചെയ്ത് നോക്കാം. 1ഉം 6ഉം 7. 7ഉം 5ഉം 12. 12 3-ന്റെ ഗുണിത പട്ടികയിലുണ്ടോ? 3 4 12 ആണല്ലേ. യെസ്. അപ്പോൾ ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ 165-നെ 3 × എഴുതി വയ്ക്കാം. ഇനി 165 നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 165 × 3. അപ്പോൾ 16-ൽ 1-ൽ പോയില്ല. 16-ൽ എത്ര പോവാൻ നോക്കുമ്പോൾ 3 5 15 ആണ് അല്ലേ. ഞാൻ 6 പോകാറ് 18 ആയി. അപ്പോൾ 3 5 ആണ്. അപ്പോൾ 15. അപ്പോൾ 16-ന്ന് 15 പോകുമ്പോൾ 1 കിട്ടി. താഴെ 5-നോട് വായോ പറഞ്ഞ് താഴേക്ക് ഇറക്കിയിട്ടു. 15 താഴേക്ക് വന്നു. 15-ൽ 3 5 തവണ 15. അപ്പോൾ 3 5 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 55 എന്ന് കിട്ടി. അപ്പോൾ 3 × 55 എന്ന് കിട്ടി. ഇനി വീണ്ടും 2 ഒരു അഭാജ്യം, 3 ഒരു അഭാജ്യം, 55 കാണുമ്പോൾ ഇങ്ങനെയുള്ള സംഭവം, അതായത് 22 11 11 ആദ്യം 22 33 44 55 66 77 88 99 ഇവരൊക്കെ ഇതിൽ നമ്മുടെ ഇരട്ട സംഖ്യയാണ്. ഓക്കെ, ഇവരൊക്കെ പോട്ടെ. ഈ ഒരു 22ഉം ഇവരൊക്കെ പോട്ടെ, 44ഒക്കെ പോട്ടെ. അല്ലാത്തവരില്ലേ ഈ 11 33 55 77 88 99 പോട്ടെ. അവരിതിൽ ഈ കളിക്കില്ല. ഇവരൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ നമ്മൾ ഗുണിതപ്പട്ടിക എന്താണ് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ 2-ന്റെയും 3-ന്റെയും 4-ന്റെയും 5-ന്റെയും ഒക്കെ നമുക്ക് അറിയാം അല്ലേ. അതിലൊന്നും ഈ 77 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 44 കാണില്ല. ഈ ഒരു ടേബിൾ 2-ന്റെയും ഇല്ല, 3-ന്റെയും ഇല്ല, 4-ന്റെയും ഇല്ല, 5-ന്റെയും ഇല്ല, 6-ന്റെയും ഇല്ല, 7-ന്റെയും ഇല്ല, 8-ന്റെയും ഇല്ല. 10 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 10 വരെ ഇല്ല. അപ്പോൾ ഇവരെവിടെ ഇരിക്കണത്? ഇവരൊക്കെ പോയിട്ട് 11-ന്റെ ടേബിളിലാണ് ഇരിക്കണത്. അതായത് 11 × 1 11, 11 × 2 12 22, 11 × 3 33 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ 55 എന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കണം, ഇവർ എതിരില്ല 11-ന്റെ ആളാണ്. അപ്പോൾ 5 × 11 ആണ് 55. ഇവിടെ ഒരു 33 ആണെങ്കിൽ 3 × 11 ആയിരുന്നു. ഇവിടെ 77 ആണെങ്കിൽ 7 × 11 ആയിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടി.
ഇനി 11 നമുക്ക് ഏതെങ്കിലും ഒരു ഗുണനപ്പട്ടികയിൽ 11 കണ്ടിട്ടുണ്ടോ? 1 × 11 അല്ലാതെ 11 ഇല്ല. കാരണം അതെന്താണ്? അതൊരു അഭാജ്യ സംഖ്യയാണ്. അപ്പൊ നമുക്ക് കിട്ടി 330 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 5 × 11 എന്ന് എഴുതി തരാം. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് 900. എത്രയാണ്? 900 അല്ലേ? 900 നോക്കാം. കാണുമ്പോഴേ എന്താണ്? ഇതൊരു ഇരട്ട സംഖ്യയാണ്. സമാധാനമായി 2 കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 900 2 കൊണ്ട് ഹരിച്ചു നോക്കാം. 900 × 2. 9 2 ഇല്ല, പക്ഷെ തൊട്ട് താഴെ 8 24 8ആണ്. 9 8 പോകുമ്പോ 1 കിട്ടി. ഇനി ഒരു 0 താഴേക്ക് ഇറക്കിയിട്ട് 10. 10 2 5 തവണ, അപ്പോൾ 10ആയി. ഇനി ഈ 0 താഴേക്ക് ഇറക്കി കേട്ടോ. നിങ്ങളുടെ താഴെ വെറും 0 താഴേക്ക് വന്നപ്പോൾ ഇവിടെ 0 മാത്രമേ 0 നേരെ മുകളിക്കോളാൻ പറഞ്ഞു. ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ 450 എന്ന് കിട്ടി. അപ്പോൾ 2 × 450 ആണ് നമ്മുടെ 900. ഇനി എന്ത് ചെയ്യാം? ഈ 2 അതേപോലെ താഴേക്ക് ഇറക്കിയിട്ടു. ഇനി 450 ഇവിടെ 0 ആണ്, ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് പോകുന്നു മനസ്സിലായി. ഇനി 2 കൊണ്ട് എത്ര നോക്കാം? നമുക്ക് ഇവിടെ നിന്ന് വരച്ചു നോക്കാം. 450 × 2. ഈ 2 4. കുറച്ചപ്പോൾ 0 കിട്ടി. 5നോട് താഴേക്ക് വരാൻ പറഞ്ഞു. 2 5 2 തവണ. ഈ 2 4. 5 4 പോയപ്പോൾ 1 കിട്ടി. 0നോട് വായോ പറഞ്ഞു. താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെ 10ആയി. 10 5 തവണ. ഈ 5 10. നമുക്ക് 225 എന്ന് കിട്ടിയപ്പോൾ 2 × 2 × 225 എന്ന് കിട്ടി. ഓക്കെ. ഇനി ഈ 2നെ സുഖമായിട്ട് 2 × 2 എഴുതാം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇതെന്താണ്? ഇതൊരു ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയില് എന്ത് പോയില്ല? 2 കൊണ്ട് പോയിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് നോക്കണം? നമുക്ക് 3 കൊണ്ട് പോവോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 3 കൊണ്ട് പോവാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 225 അല്ലേ? അപ്പൊ 2 + 5 ചെയ്ത് നോക്കാം. അപ്പോൾ 2 2 4, 4 5 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. 9 എന്താണ്? 3ന്റെ ഗുണിതാണ്. അപ്പൊ ഇതിൽ 3ൽ പോകുന്ന ഉറപ്പായി. അപ്പൊ 3 × എഴുതി വെക്കാം. ഇനി എത്ര എഴുതാൻ അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം? 225നെ ഒന്ന് 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 2ൽ പോവില്ല, 22ൽ പോകുമ്പോൾ നമുക്കറിയാം 3 7 21 ആണ് അല്ലേ? 22 21 പോകുമ്പോൾ 1 കിട്ടി. ഈ 5 താഴേക്ക് ഇറക്കിയിട്ട് 15ൽ 3 5 തവണ 3 5 15 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 75 എന്ന് കിട്ടി. ഓക്കെ. ഇനി 2 ഒരു അഭാജ്യാണ്, 2 ഒരു അഭാജ്യാണ്, 3 ഒരു അഭാജ്യാണ്. 75 2 കൊണ്ട് പോവാൻ നോക്കണം. 2 കൊണ്ട് പോവില്ല, കാരണം ഒറ്റയാണ്. 3 കൊണ്ട് പോകാൻ നോക്കണം. ഇങ്ങനെ ചെയ്യാം. 7 + 5 ചെയ്യാം. 7 + 5 12. 12 എന്താണ്? 3 4 12 ആണ്. 12 നമ്മുടെ 3ന്റെ ഒരു ഗുണിത പട്ടികയിൽ വരുന്ന ആളാണ്. അപ്പൊ അത് 3ൽ പോകും നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്കതിനെ 75ന് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് മനസ്സിലായി. അപ്പോൾ 75 × 3. അപ്പോൾ നമുക്ക് 7ൽ 3 പോവില്ല, പക്ഷെ 6ൽ പോവും. അപ്പോൾ 7 3 6. ഇനി 7 4 1 5 താഴേക്ക് 15 3 5 15. അപ്പൊ എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. യെസ്. അപ്പോൾ ഈ 2 ഒരു അഭാജ്യം, ഈ 2 ഒരു അഭാജ്യം, ഈ 3 ഒരു അഭാജ്യം. ഇനി 25 ഉണ്ട്. 25 നമുക്ക് നോക്കി നോക്കാം. 25 × 3 പോവോ നോക്കണം. 3 പോവോ നോക്കണതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം? 2 + 5 ചെയ്ത് നോക്കാം. അപ്പൊ 7 ആണ്. ഇല്ല, 3ൽ പോവില്ല എന്ന് മനസ്സിലായി. 3ൽ പോയില്ലേ പിന്നെ നമ്മൾ 5 ഉള്ളൂ. അപ്പൊ 5 × 5 എന്ന് എഴുതണം. 5 അല്ലേ 25. അപ്പൊ നമുക്ക് ഇതിങ്ങനെ കിട്ടി 900. അതായത് ഈ 900നെ നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? നമുക്ക് 2 × 2 × 3 × 5 × 7 ഇങ്ങനെ ആക്കി എഴുതാം നമുക്ക്. ഓക്കെ. ഇനി അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാ ഘടകങ്ങളും, അതായത് എല്ലാ ഘടകങ്ങളും നമുക്ക് എഴുതി വെക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വേറെ കുറച്ച് ഘടകങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ ഒരാളെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ 15 എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6 ആക്കി എടുക്കാം. 6 6ന്റെ ഘടകങ്ങൾ എന്താണ്? 6 2 × 3 ആണ് അല്ലേ? 2 3 മാത്രമാണ് 6ന്റെ ഘടകങ്ങൾ. നമ്മൾ ആ ഘടകങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ കിട്ടണം. 2 × 3 6.
അപ്പൊ അതുപോലെ നമുക്ക് 1 × 6 ആക്കിയിട്ട് എഴുതൂടെ. ഇതും എന്താണ് ഇതിന്റെ ഘടകങ്ങളാണ്. അപ്പൊ 2ഉം 3ഉം 1ഉം 6ഉം എന്തിന്റെ ഘടകങ്ങളാണ്? നമ്മളെ 6ന്റെ ഘടകമാണ്. മനസ്സിലായോ? അപ്പോ അങ്ങനെ ഘടകങ്ങളാക്കി എഴുതാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ ചുവടെയുള്ള സംഖ്യകളുടെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക. ഒരു ഘടകവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളവിടെ വിട്ടു പോകാൻ പാടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 35ആണ്. അപ്പൊ 35ന്റെ ഘടകങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോ നമുക്ക് ബോർഡ് എടുക്കട്ടെ. ഏതൊരു നമ്പർ തന്നാലും ആലോചിക്കണേ, ഒന്നും അതേ നമ്പറും അതിന്റെ ഘടകങ്ങളാണ്. 1 × 35 35 അല്ലേ? യെസ്. ഇനി അടുത്തത് ഇതൊരു ഇരട്ട സംഖ്യ അല്ല, ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ അത് എന്തായാലും എന്താവില്ല, 2ഉം കൊണ്ട് ഗുണിക്കാൻ പറ്റുണ്ടാവില്ല. പിന്നെ 3ആണ്. 5ഉം 3ഉം കൂട്ടുമ്പോൾ 8ആണ് കിട്ടുക. 8 3ന്റെ ഗുണിതമല്ല. പിന്നെ ഉള്ളത് 5ആണ്. അപ്പൊ 5 × 7 ആണ് ശരിക്കും. 35ആണ്. അപ്പൊ നമുക്ക് ഇൻറ്റു സൈൻ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ഘടകങ്ങളെ എഴുതുമ്പോൾ നമുക്ക് ആദ്യം ചെറുതിന് എഴുതാം 1, പിന്നെ അടുത്ത ചെറുതിന് അടുത്ത വലുത് 5, പിന്നെ 7, പിന്നെ 35. മനസ്സിലായോ? അപ്പോൾ 35ന്റെ ഘടകങ്ങൾ 1ഉം 5ഉം 7ഉം 35ഉം ആണ്. ഓക്കെ. ഇനി അതിൽ അടുത്തത് ഏതാണ്? 77ആണ്. നമുക്ക് 77 ചെയ്ത് നോക്കാം. 77ന് 1ഉം 77 മറക്കാം. എല്ലാവരും അത് മറന്നു പോട്ടോ. ഒന്ന് പറഞ്ഞാൽ സകലയിടത്തും ഉണ്ടാവണം, എല്ലായിടത്തും കാണുന്ന പറയില്ലേ, ആള് എന്താ പറയാ, ആള് ആക്റ്റീവാണ്. ഏതൊരു നമ്പർ എടുത്തോ അതിൻ്റെ ഒക്കെ ഒരു ഘടകമായിട്ട് ആരുണ്ടായിരിക്കും? ഒന്നുണ്ടായിരിക്കും. പ്രൈം നമ്പർ നോക്കുക, അതായത് നമ്മുടെ അഭാജ്യ സംഖ്യ നോക്കുമ്പോൾ അവിടെയും ചിലപ്പോൾ ഒന്നുണ്ടായിരിക്കും. ഇവിടെ നോക്കിയാലും ഒന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒന്നിനെ മറക്കാൻ പാടില്ല. ഒന്നും പിന്നെ ഇതേ നമ്പറും 1 × 77 77 കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 77 55 33 ഇത്യാദി നമ്പറൊക്കെ കാണുമ്പോൾ അപ്പം നമ്മൾ പറയണം അത് 11ഉം 7ഉം കൂടി ഇൻറ്റു ചെയ്തതാണ്. 11 × 7 ആണത്. അപ്പൊ നമുക്ക് നമ്മുടെ ഘടകങ്ങൾ ആദ്യം 1 എഴുതി, പിന്നെ അടുത്തത് 7 എഴുതി, പിന്നെ 11 എഴുതി, പിന്നെ 77 എഴുതി. അപ്പൊ ഇതാണ് ഈ 77ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്ത നമ്പർ ഇവിടെ തന്നിരിക്കുന്നത് 26 ആണ്. അപ്പൊ 26 നമുക്ക് നോക്കാം. 26 എന്താണ്? നമുക്ക് 1ഉം 26ഉം മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതെന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 കൊണ്ട് എന്തായാലും 2 ഒരു ഘടകമാണ്. അത് 2 എത്ര നോക്കാൻ എന്ത് ചെയ്യണം? 26 × 2 ചെയ്ത് നോക്കാം. അപ്പോൾ 2 2 6 3 23 6 അപ്പൊ 13. അപ്പൊ 2ഉം 13 ആണ്. മനസ്സിലായോ? അടുത്തത് 2ഉം 13ഉം. അപ്പൊ നമുക്ക് ഘടകങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ആദ്യം ചെറുതിനെ എഴുതണ്ടേ? 1, അടുത്തത് 2, അടുത്തത് 13, അടുത്തത് 26. ഇതാണ് ഇതിന്റെ ഘടകങ്ങൾ. ഇനി അടുത്ത നമുക്ക് നമ്പർ തന്നിരിക്കുന്നത് 51 ആണ്. അപ്പൊ 51 ചെയ്ത് നോക്കാം നമുക്ക്. 51 എന്താണ്? ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമുക്ക് ആദ്യം 1 51 മറക്കണ്ട, അത് ആദ്യം എഴുതാം. ഇനി 51 നമുക്ക് 3 കൊണ്ട് പറ്റുമോ? ഒറ്റല്ലേ? അപ്പൊ 5 കൊണ്ട് പറ്റുമോ നോക്കണമെങ്കിൽ 3 കൊണ്ട് പറ്റുമോ നോക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഈ 5ഉം 1ഉം കൂടി കൂട്ടി വെക്കുക. അപ്പൊ 5 + 1 6ആണ്. അപ്പൊ സമാധാനമായി, 3ൽ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ 3 1 ആണ്. ഈ 51നെ 1 എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 1 3 3, 5 3 പോകുമ്പോൾ 2, 21 7 21. അപ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം 1 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 17 എഴുതി, പിന്നെ 51 എഴുതി. അപ്പൊ ഇവരാണ് നമ്മുടെ 51ന്റെ ഘടകങ്ങൾ. ഓക്കെ. പിന്നെ അടുത്ത നമ്പർ തന്നിരിക്കുന്നത് 95 ആണ്. അപ്പൊ 95 കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യാം അല്ലേ? അല്ല, ഇതാണ് വായിച്ചിട്ട് ചെയ്യാം. 95 കാണുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ആദ്യം 1ഉം 95ഉം മറക്കാതെ എഴുതാം. പിന്നെ ഇത് ഒരു ഒറ്റയാണ്. ഒറ്റ 9ഉം 5ഉം കൂട്ടിയൊക്കെ 9ഉം 5ഉം 14ആണ്. ഒരിക്കലും എന്തില്ല, ഇതിൽ പോയില്ല അല്ലേ? നമ്മളെ 3ൽ പോയില്ല. അപ്പോ ഇനി വേറെ ഏതിലാ പോവാ നോക്കണം. അപ്പോ പിന്നെ ഇവിടെ 3 കഴിഞ്ഞാൽ പിന്നെ 4ൽ എന്തായാലും പോയില്ല, കാരണം ഇവിടെ ഒറ്റയല്ലേ. അപ്പൊ പിന്നെ 5ആണ്. 5ൽ പോകുന്ന അറിയാം, കാരണം ഇവിടെ 5ഓ 0 ലാസ്റ്റ് നമ്പർ 5ഓ 0 ആണെങ്കിൽ അത് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും നമുക്കറിയാം. അപ്പൊ 95ൽ 5ൽ പോകും. അപ്പൊ 5 ഒരു ഘടകമാണ്. ഇനി 95 × 5 ചെയ്ത് നോക്കാം. അപ്പോ 5 5 9 5 4 5 താഴേക്കരുത് 45. 45ൽ 5 9 ആണ്. 95 45 അല്ലേ? അപ്പോൾ
അപ്പോൾ 19 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഘടകങ്ങൾ 1, 5, 19, 95. അടുത്തത് നമുക്ക് നമ്മളോട് ചോദിക്കുകയാണ് 30ന്റെ ഘടകങ്ങളെന്ന് കാണുമോ ചോദിച്ചു. അപ്പോൾ 30ന്റെ ഘടകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 30 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 2 × 15 ആക്കി എഴുതാം. ഇനി 2 × 15 നമുക്ക് 3 × 5 ആക്കി എഴുതാം അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കിട്ടിപ്പോയി. 30ന്റെ ഘടകങ്ങൾ 1, 2, 3, 5, 30 ഇത്രയാണെന്ന് പറഞ്ഞു. അപ്പല്ലേ ഒരു കുട്ടി ചോദിക്കാണേ, അമ്പടാ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ 5 × 6 എന്ന് പറഞ്ഞാൽ അത് 30 അല്ലേ? അപ്പൊ ഈ 5ഉം 6ഉം 30ന്റെ ഘടകം ആവേണ്ടതല്ലേ? നിങ്ങൾ ഇതിൽ 5ഉം 6ഉം 5 എഴുതിയിട്ടുണ്ട്, 6 എഴുതിയിട്ടില്ലല്ലോ. യെസ്, അപ്പൊ നമുക്ക് തെറ്റുപറ്റി. അല്ലെങ്കിൽ നമുക്ക് പറയാം അപ്പൊ വേറൊരു കുട്ടി പറയണേ, അങ്ങനെയാണെങ്കിലേ 10 × 3 30 അല്ലേ? അപ്പോ ഇവിടെ 10ഉം കൂടി ഇവിടെ ഘടകമായിട്ട് വരേണ്ടതല്ലേ? അത് ശരിയാണല്ലോ. അതിപ്പോ എങ്ങനെ വരിക അല്ലേ? അപ്പൊ നമുക്ക് അവിടെയാണ് നോക്കേണ്ടത്. നമ്മൾ സാധാരണ 30ന്റെ ഘടകങ്ങൾ നമുക്ക് 2 × 3 × 5 ആണ് അല്ലേ? ആ 2, 3, 5 ഇവരെന്താണ്? ഇവർ നമ്മുടെ അഭാജ്യ സംഖ്യകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി അടുത്ത ഘടകങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ അഭാജ്യ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. അതായത് ആദ്യം ഈ 2നെയും 3നെയും പിടിച്ച് ആദ്യം ഗുണിക്കാം, പിന്നെ 2നെയും 5നെയും പിടിച്ച് ഗുണിക്കാം, പിന്നെ 3നെയും 5നെയും പിടിച്ച് ഗുണിക്കാം. അപ്പൊ നമുക്ക് 2 × 3 6, 2 × 5 10, 3 × 5 15. അപ്പൊ ഈ 6ഉം 10ഉം 15 എന്ത് തന്നെയാണ്? നമ്മുടെ 30ന്റെ ഘടകങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലേ നിങ്ങളെ 42നെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി ഘടകങ്ങളെല്ലാം കണക്കാക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് വിടോ? നമുക്കറിയില്ലേ, നമ്മളൊക്കെ 42 നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം പിന്നെ എടുക്കട്ടെ. 42നെ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 2 × 42/2 നമുക്ക് 21 കിട്ടും. ഇനി 2 × 21 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7 എന്ന് എഴുതാം. അപ്പൊ അതാ 3 എണ്ണായി നമുക്ക് കിട്ടി. ഈ 3ഉം എന്താണ് മക്കളെ? 3ഉം അഭാജ്യ സംഖ്യകളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായിട്ട് എഴുതണം, പിന്നെ എല്ലാ ഘടകങ്ങളും എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ അഭാജ്യ സംഖ്യ നമുക്ക് ഇത് 3 നമ്മുടെ ഘടകങ്ങളായിട്ട് 2, 3, 7 ഇവിടെ ഘടകങ്ങളായിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇവരുടെ അടുത്ത നമ്മൾ ഘടകങ്ങൾ നോക്കാം. അതായത് ഇവർ തമ്മിൽ ഗുണിക്കുക. അതായത് 2 × 3 ഇവരെ ഇനി 2 × 7 ചെയ്യാം, പിന്നെ 3 × 7. അപ്പൊ 2 × 3 6, 2 × 7 14, 3 × 7 21. അപ്പൊ ഇതിന്റെ കൂടെ ഈ 6ഉം 14ഉം, അതായത് ഇവിടെ നമുക്ക് 2 ഉണ്ട്, പിന്നെ നമ്മൾ 1ഉം പിന്നെ 42 അതുപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിന്റെ കൂടെ 1ഉം 42 കൂടി ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഘടകങ്ങൾ? 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ ഇവിടുത്തെ 3 ഉണ്ട്, പിന്നെ 4 ഇല്ല, 5 ഇല്ല, ഇവിടെ 6 ഉണ്ട്, ഇവിടുത്തെ 6 ഉണ്ട്, അപ്പൊ ഇവിടെ 6 ഉണ്ട്, 7 ഇവിടുത്തെ 7 ഉണ്ട്, പിന്നെ 14 ഉണ്ട്, 21 ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ 42ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാല്. മനസ്സിലായോ? ഇനി ഇതാ ഇവിടെ നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണ്? ചുവടെയുള്ള സംഖ്യകളെയെല്ലാം 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി എല്ലാ ഘടകങ്ങളും കണക്കാക്കുക. നമുക്കറിയാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാം. ആദ്യം 66 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 66 ആദ്യം ഗുണിതങ്ങളാക്കി എഴുതാം. അപ്പൊ 66 എഴുതി. ആദ്യം നമുക്കറിയാം 66 ഇരട്ടസംഖ്യയാണ്. അപ്പൊ 2 × 33 ആണ് 66. ഇനി അപ്പൊ 33 പറഞ്ഞാൽ എന്താണ്? ഒരു 33, 55 ഇതൊക്കെ കാണാൻ നമുക്ക് എന്ത് കാണാം? 2 × 11 × 3 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഘടകങ്ങൾ കിട്ടി, അതായത് അഭാജ്യ സംഖ്യകളായിട്ട് കിട്ടി. ഇവിടൊക്കെ എന്താണ്? ഇതിന്റെ ഘടകങ്ങൾ തന്നെയാണ്. എന്ത് സംഖ്യകളാണ്? 2ഉം 11ഉം 31 ഒക്കെ പറഞ്ഞാൽ അഭാജ്യ സംഖ്യകളാണ്. ഇനി നമുക്ക് അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങളായിട്ട് എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം 2നെ ഇവർ രണ്ടുപേരും ഇൻറ്റു ചെയ്തു, 2 × 11. പിന്നെ ഇവർ രണ്ടുപേരും ചെയ്തു 2 × 3. പിന്നെ എന്ത് ചെയ്യുന്നു? ഇവർ രണ്ടുപേരും ചെയ്തു 11 × 3 ചെയ്തു. അപ്പൊ നമുക്ക് 2 × 11 എന്തുണ്ട്? 22 കിട്ടി. 2 × 3 എന്തുണ്ട്? 6 കിട്ടി. 11 × 3 എന്ത്? 33 കിട്ടി.
അപ്പൊ നമുക്ക് ഇനി ഘടകങ്ങൾ എഴുതി നോക്കാം. അപ്പൊ ഘടകങ്ങൾ എഴുതി നോക്കുമ്പോൾ ആദ്യം നമ്മൾ 1 എഴുതണം. ഇവിടെ ഇതിന്റെ കൂടെ തന്നെ 1ഉം 66 ഇവിടെ ഘടകങ്ങളാണ്. അപ്പൊ 1, പിന്നെ ഇതാ ഇവിടെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, ഇതാ 3 എഴുതി. പിന്നെ ഇവിടെ 6 ഉണ്ട്, പിന്നെ നമ്മൾ 11 ഉണ്ട്, പിന്നെ നമ്മൾ 22 ഉണ്ട്, ഉണ്ട്, പിന്നെ നമ്മൾ 33 ഉണ്ട്, ലാസ്റ്റ് നമ്മൾ 66 ഉണ്ട്. ഇത്രയും ഘടകങ്ങൾ ആരുടെ ഘടകങ്ങളാണ്? നമ്മുടെ 66. അപ്പൊ എത്ര ഉണ്ട്? 4ഉം 4ഉം 8 എണ്ണം, ടോട്ടൽ 8 ഘടകങ്ങളുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത നമ്പർ നോക്കാം. നമുക്ക് അടുത്ത 70 ആണ്. അപ്പൊ 70 നമുക്ക് നോക്കാം. 70 നമുക്ക് ഇതുപോലെ എല്ലാ ഘടകങ്ങളും ആക്കി എഴുതണം. സംഭവം സൂപ്പറാണ് കേട്ടോ, ചെയ്യാൻ നല്ല സുഖമുള്ളൊരു ഇതാണ്. 70 നമുക്ക് എങ്ങനെ എഴുതാം? ഇരട്ടയും കൊണ്ട് 2 × 35 എന്ന് എഴുതാം. ഓക്കെ, 2 × 35 എഴുതാൻ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതിയാൽ 2 × 35 നമുക്ക് 5 × 7 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് അഭാജ്യ സംഖ്യകൾ, അഭാജ്യ ഘടകങ്ങൾ, അഭാജ്യ സംഖ്യകളായ ഘടകങ്ങളാണ് 70ന്റെ. ഇനി നമുക്ക് ഇതിന്റെ ഗുണിതങ്ങളായിട്ട് എഴുതണം. ഗുണിതങ്ങളായിട്ട് എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2നെയും 5നെയും ഇൻറ്റു ചെയ്യാം. 2 × 5. പിന്നെ എന്ത് ചെയ്യണം? 2 × 7 ചെയ്യാം. 2 × 7. പിന്നെ എന്ത് ചെയ്യാം? 5 × 7 ചെയ്യാം. അപ്പൊ 2 × 5 10, 2 × 7 14, 5 × 7 35. അപ്പൊ നമുക്ക് ഘടകങ്ങൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ 1 സാറിന് നമ്മൾ ആദ്യം എഴുതി. പിന്നെ നമ്മൾ 2, പിന്നെ 5, 7, 10, 14, 35, അവസാനം നമ്മൾ 70 കൂടി എഴുതി. അപ്പോഴും നമുക്ക് 8 എണ്ണം കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8 ഘടകങ്ങൾ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്പർ 105 ആണ് അല്ലേ? അപ്പൊ 105 നമുക്ക് ചെയ്ത് നോക്കാം. 105. അപ്പൊ 105 കാണുമ്പോൾ നമുക്കത് 2 കൊണ്ട് പോവില്ല. അപ്പൊ 3 കൊണ്ട് പോകുന്നൊക്കെ 1ഉം 5ഉം കൂട്ടിയൊക്കെ. അപ്പൊ 6, 3ന്റെ ഗുണിതാണ്, 3 കൊണ്ട് പോവും. അപ്പൊ 3 × 35 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3ന് 3 ഒരു അഭാജ്യാണ്. 35 നമ്മൾ നേരത്തെ കണ്ടു, എന്താണ്? 5 × 7 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ അഭാജ്യ ഘടകങ്ങള്, അഭാജ്യ ഘടകങ്ങൾ. ഇനി അഭാജ്യ സംഖ്യയുടെ ഗുണനഫലം എഴുതുമ്പോൾ 3 × 5 ചെയ്യണം. ആദ്യം 3 × 5 ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? 3 × 7 ചെയ്യണം. 3 × 7 ചെയ്യണം. പിന്നെ 5 × 7 ചെയ്യണം. അപ്പൊ 3 × 5 15, 3 × 7 21, 5 × 7 35. അപ്പൊ ഇനി ഘടകങ്ങൾ എഴുതുമ്പോൾ 1 സാറിന് ആദ്യം എഴുതിയേ 1, പിന്നെ നമുക്ക് ചെറുതാദ്യം ഏതാണ്? 3, 5, 7, 15, 21, 35, ലാസ്റ്റ് നമ്മുടെ 105 കൂടി, അതേ നമ്പറും കൂടി വരണം. അപ്പോൾ അപ്പോഴും നമുക്ക് എത്ര എണ്ണം കിട്ടി? നമുക്ക് 8 എണ്ണം തികച്ചും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്പർ നമുക്ക് നോക്കാം. അടുത്ത നമ്പർ 110 ആണ്. 110. അപ്പോൾ നമുക്ക് 110നെ വെച്ചിട്ട് എങ്ങനെ ചെയ്ത് നോക്കാം? അപ്പോൾ 110 നമുക്ക് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 × 55, അതായത് 110 ജസ്റ്റ് 2 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ 55 കിട്ടാൻ 2 × 5 10, 10 11 ആകുമ്പോൾ ഈ 0 കിട്ടി. അപ്പോൾ 5 2 10, അപ്പോൾ 55 കിട്ടിയില്ലേ? 55 ഇവിടെ എഴുതി. ഇനി 2 × 55 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 55, 33 ഒക്കെ കാണുമ്പോൾ 11ന്റെ ഗുണിതങ്ങളാണ് ഓർത്തിക്കണം. അപ്പൊ 2 × 5 × 11, ഇവര് എന്ത് സംഖ്യകളാണ്? ഇത് അഭാജ്യ സംഖ്യകളാണ്. ഇനി എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങൾ എഴുതണം. 2 × 5, 2 × 11, 5 × 11. അപ്പം 2 × 5 10, 2 × 11 22, 5 × 11 55. അപ്പം നമുക്ക് ഘടകങ്ങൾ എഴുതുമ്പോൾ ആദ്യം 1 സാറിന് എഴുതി, പിന്നെ 2, പിന്നെ 5, 10, 11, 22, 22 55, ലാസ്റ്റ് നമ്മൾ അതേ നമ്പർ 110. അങ്ങനെ എത്ര കിട്ടി? 1 2 3 4 5 6 7 8 നമ്പർ നമുക്ക് വീണ്ടും കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ഉള്ളത് നമുക്ക് എത്രയുള്ളത്? 130 കൂടി ഉണ്ട്. അപ്പൊ 130 കൂടി ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞു. 130 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്ക് 2 × എത്രയാണ്? 130നെ 2 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം.
2 കൊണ്ട് ഹരിച്ചു നോക്കി. അപ്പോൾ 12 2 ഒന്നിൽ പോലെ 13 13 12 ഉള്ളൂ. ഈ 6 12 അപ്പോൾ 12 കുറച്ചപ്പോൾ 1 കിട്ടി. പിന്നെ 0 താഴേക്ക് ഇറക്കിയിട്ടു. 10 2 5 തവണ. അപ്പോൾ നമുക്ക് 65 എന്ന് കിട്ടി. അപ്പോൾ 2 × 65. ഇനി രണ്ടിനെ അതേപോലെ എഴുതി 65നെ വീണ്ടും നമുക്ക് എന്താക്കി എഴുതാം? നമുക്ക് ഗുണിതങ്ങളാക്കി എഴുതണം. അപ്പോൾ ഇത് 65 ഒരു ഒറ്റയാണ്. 6ഉം 5ഉം കൂട്ടിയപ്പോൾ 11 അത് 3ൽ പോവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ആരുടെ അടുത്തേക്കേ പോകണ്ടുള്ളൂ? നമ്മൾ 5 കൊണ്ടേ പറ്റുള്ളൂ മനസ്സിലായി. അപ്പോൾ നമുക്ക് 65നെ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 1 × 5 5 6 5 1 5 താഴേക്ക് വന്നു. 15ൽ 5 3 തവണ. അപ്പോൾ 13 കിട്ടി അല്ലേ? അപ്പോൾ 13. അപ്പോൾ 2 × 5 × 13 ഇവരാണ് ഇവരുടെ അഭാജ്യ ഘടകങ്ങൾ. അഭാജ്യ ഘടകങ്ങൾ ആരാണ്? 2 × 5 × 13. ഇനി അവരുടെ ഗുണനഫലം കാണാം. ഇപ്പോൾ 2 × 5 ആദ്യം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? 2 × 13 ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? 5 × 13 ചെയ്യണം. അപ്പോൾ 2 × 5 10. 2 × 13 എന്ന് പറഞ്ഞാൽ 26 എന്ന് കിട്ടും. 13 × 5 നമ്മളിവിടെ 13 ചെയ്തിട്ടുണ്ട്. 65നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 13 കിട്ടും. അപ്പോൾ ഈ 13ഉം 5ഉം കൂടി ഹരിക്കുമ്പോൾ 65 കിട്ടും. അപ്പോൾ ഇവിടെ 65. നമുക്ക് ഘടകങ്ങൾ എഴുതുമ്പോൾ ആദ്യം 1 എഴുതി, പിന്നെ 2 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 13 ഉണ്ട്, 26 ഉണ്ട്, 65 ഉണ്ട്, 130 ഉണ്ട്. ഇങ്ങനെ 8 ആളെ നമുക്ക് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് അഭാജ്യ സംഖ്യകൾ എന്നുള്ള ഒരു ഭാഗം എടുക്കേണ്ടത്. അതിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.